നമസ്കാരം, ഞാൻ സന്ദീപ് ബോബി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 1993 മലേഷ്യയിൽ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ്. ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ചലച്ചിത്രം പുറത്തു വന്നിരുന്നു. ആ ചലച്ചിത്രം പോലും മലേഷ്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിരുന്നു. അത്രയ്ക്കും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതെന്താണ് ആ സംഭവം? അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം സന്ദീപ് ബോബി വ്ളോഗ്സിലേക്ക്. ജനുവരി 1 മലേഷ്യയിൽ ജനിക്കുകയാണ് മസാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് ടാലന്റോട് കൂടി ജനിച്ച പെൺകുട്ടി, പാടാനും അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നതിനും തന്റെ മുഖമുദ്ര പതിപ്പിച്ച ആ പെൺകുട്ടി. അവൾക്ക് ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് ചോദിച്ചാലും ഒരു സ്വപ്നം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പറയുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഈ മലേഷ്യ അറിയപ്പെടുന്ന ഒരു പോപ്പ് സിംഗർ ആവണമെന്നത്, അതേപോലെ വലിയൊരു സെലിബ്രിറ്റി ആവണമെന്നായിരുന്നു അവളുടെ സ്വപ്നം. അതിനുവേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെയും അവർക്ക് ചിലയിടത്തു നിന്ന് എല്ലാം നെഗറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിലും അവളുടെ മനസ്സിൽ ദൃഢമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മലേഷ്യയിലെ ജനങ്ങൾ തന്നെ ഒരു ദിവസം ഒരു സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായി അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ കഠിനാധ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ തൻ്റെ ലക്ഷ്യങ്ങളും തൻ്റെ സ്വപ്നങ്ങളും മനസ്സിലാക്കിയ ഒരാളെ തൻ്റെ ലൈഫ് പാർട്ണറായിട്ട് മസാന സ്വീകരിക്കുകയാണ്. അയാളുടെ പേരാണ് അൽഫണ്ടി അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അയാളെ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ വാക്ക് കൊടുക്കുകയാണ് തന്നെ മസാനെ ഒരു ലോകമറിയുന്ന ഒരു പോപ്പ് സിംഗറാക്കി മാറ്റും, അതിനുള്ള മുഴുവൻ ചിലവുകളും താൻ ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ പല സ്റ്റേജ് ഷോകളും അൽഫണ്ടിയുടെ നേതൃത്വത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ആൽഫണ്ടി തന്നെ വിളിക്കുന്ന ഒരു നിക്നെയിം ഉണ്ടായിരുന്നു. ആ നിക്നെയിം തന്നെ മസാന തൻ്റെ സ്റ്റേജ് നെയിമാക്കി മാറ്റുകയാണ്. ആ സ്റ്റേജ് നെയിം തന്നെയാണ് പിന്നെ ആ പെൺകുട്ടിയുടെ അറിയപ്പെട്ട ഒരു പേരായി മാറുന്നത്. ആ പേരാണ് മോണ ഫാൻഡി. അവിടെ നിന്നാണ് ഈ മോണ ഫാൻഡിയുടെ കഥ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് മോണ ഫാൻഡി പാടിയ ഒരു ആൽബം റിലീസാവുന്നത്. നമ്മുടെ അഫൻഡി പ്രൊഡ്യൂസ് ചെയ്ത ആ ആൽബത്തിന്റെ പേരായിരുന്നു ഡയാന എന്ന് പറയുന്നത്. ആ ആൽബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് TV ഇന്റർവ്യൂസും പല പ്രൊമോഷൻ പരിപാടികളും അഫൻഡി തന്നെ അറേഞ്ച് ചെയ്യുകയാണ്. പക്ഷേ എത്ര പ്രൊമോഷനും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ആ ഒരു ആൽബം ഹിറ്റിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ആ ഒരു ആൽബത്തിലൂടെ മോണ ഫാൻഡിയെ ഒരു പോപ്പ് സിംഗറായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് മലേഷ്യയിലുള്ള ജനങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും ഒരു ലക്ഷ്യം നേടാതെ ഒരുപാട് അവർ വിഷമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവരുടെ ആൽബം ഒരു ഹിറ്റിലേക്ക് എത്തിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടിയില്ല എന്നുള്ളത് അവരെ ഒരുപാട് വിഷമിപ്പിച്ചു. ഒരുപാട് TV ഇന്റർവ്യൂകളിൽ അവർ പങ്കെടുത്തു, എന്നിട്ട് പോലും അവർക്കൊരു പോപ്പുലാരിറ്റി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വിഷമിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ പതിയെ അവർ മനസ്സിലാക്കി തുടങ്ങി മലേഷ്യൻ ആൾക്കാർ തന്നെ ഒരു പോപ്പ് സിംഗറായിട്ട് സ്വീകരിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ പോപ്പ് സിംഗറായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം മോണ ഫാൻഡി മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം കഴിഞ്ഞ് മോണ ഫാൻഡിക്കും ഭർത്താവിന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. തങ്ങളുടെ പൈസ ഈ പോപ്പുലാരിറ്റിക്കും അതേപോലെ തന്നെ പല സ്റ്റേജ് ഷോയ്ക്കും മുടക്കിയ ആ പൈസ എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് അവർ കണ്ടെത്തിയ ഒരു ബിസിനസ് ആയിരുന്നു ബ്ലാക്ക് മാജിക്. അതെ, നമ്മുടെ നാട്ടിൽ കൂടോത്രം എന്നെല്ലാം പറയുന്നത് പോലത്തെ ഒരു ബിസിനസ്. അപ്പോൾ 1990 കാലഘട്ടങ്ങളിൽ ബ്ലാക്ക് മാജിക്കിൽ വളരെ വിശ്വാസമായിരുന്നു മലേഷ്യയിലുള്ള ആൾക്കാർക്ക് എന്നാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് മോണ ഫാൻഡിയും
ഭർത്താവും ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നാണ് മോണ ഫാൻഡിയുടെ ചരിത്രം മാറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ മോണ ഫാൻഡിയുടെ ഭർത്താവും പണക്കാരായി മാറുകയായിരുന്നു ഈ ബ്ലാക്ക് മാജിക്കിലൂടെ. അതിന് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ബ്ലാക്ക് മാജിക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന പലരും ഉന്നതിയിൽ നിൽക്കുന്ന ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അവർ ചോദിക്കുന്ന, അത് മോണ ഫാൻഡിയും ഭർത്താവും ചോദിക്കുന്ന എമൗണ്ടിനേക്കാളും ഉപരിയായിട്ടുള്ള പൈസകൾ അവർ കൊടുക്കുകയും സ്വത്തുക്കൾ എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അവർ വിചാരിക്കുന്നതിന് രീതിയിൽ അപ്പുറമായിട്ട് ഇവർ പണക്കാരായി മാറുകയാണ്. അപ്പൊ അതുപോലെ തന്നെ മലേഷ്യയിലെ പല സ്ഥലങ്ങളിലും ഇവർക്ക് ആഡംബര വീട്, ബംഗ്ലാവുകൾ എല്ലാം വാങ്ങിക്കൂട്ടുകയാണ് ഈ ചുരുങ്ങിയ സമയങ്ങളിലുള്ളിൽ. ആയിരത്തി 1993 മോണ ഫാൻഡിയെയും ഭർത്താവിനെയും കാണുന്നതിന് വേണ്ടി മലേഷ്യയിലുള്ള ഒരു പാർട്ടിയിലെ ഒരു നേതാവ്, അതായത് അവരെ കാണാൻ വേണ്ടി വരികയാണ്. അയാളുടെ റിക്വസ്റ്റ് ഇങ്ങനെയായിരുന്നു, തനിക്ക് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ജയിച്ചൊരു മിനിസ്റ്റർ ആവണം, അതിനു വേണ്ടിയിട്ട് എത്ര പൈസ വേണം തയ്യാറാക്കാൻ അയാൾ റെഡിയാണ്, അതിന് തന്നെ ഈ പ്രാവശ്യം മിനിസ്റ്റർ ആക്കണമെന്നായിരുന്നു അയാളുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോണ ഫാൻഡിയും ഭർത്താവും അത് ഓക്കെ പറയാണ്, ഈ പ്രാവശ്യം തനിക്ക് മിനിസ്റ്റർ ആവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഉറപ്പ് പറയാണ്, അതിന് താങ്കൾ സഹായിക്കാം എന്നുള്ള രീതിയിൽ പറയണം. അതിന് അവർ ഉദാഹരണം പറയുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. ആ ചരട് കാരണമാണ് അയാൾ ഇത്രത്തോളം സക്സസ്ഫുൾ ആവാനുള്ള കാരണം. അതേപോലത്തെ ഒരു ചരട് നിങ്ങൾക്ക് തരാം, അത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല, താങ്കൾ പിന്നെ രാഷ്ട്രീയ ഉന്നതിയിലെത്തും, ഇതിനേക്കാളും ലെവലിൽ എത്താൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് പറയണം. അത് കേട്ടോടനെ തന്നെ മസ്ലാൻ സമ്മതിക്കുന്നു. അതിന് പക്ഷേ $25 ലക്ഷം ചിലവാകുമെന്ന് പറയുകയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ തന്റെ പേരിലുള്ള 10 സെന്റ് സ്ഥലം ഇവരുടെ പേരിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ലക്ഷം കിട്ടിയ ഉടനെ തന്നെ അപ്പോൾ മോണ ഫാൻഡി ആവശ്യപ്പെടുകയാണ്, അടുത്ത ദിവസം തന്റെ ബംഗ്ലാവിൽ വെച്ചിട്ടൊരു പൂജ ഏർപ്പാടാക്കുന്നുണ്ട്. രാത്രിയാണ്, രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ്. ആ പൂജയിലേക്ക് മസ്ലാനെ വരാൻ ആവശ്യപ്പെടുന്ന ഒറ്റയ്ക്ക് വരണം. തന്റെ ബംഗ്ലാവിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് പുറകിൽ നിന്ന് ആര് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ്. അപ്പൊ അങ്ങനെ മസ്ലാൻ രാത്രി തന്നെ എത്തുകയാണ്. ആ ബംഗ്ലാവിൽ അന്ന് ഉണ്ടായിരുന്ന, ആ രാത്രി പൂജ സമയത്ത് ഉണ്ടായിരുന്നത് ഒന്നത് ഫാൻഡി ഉണ്ടായിരുന്നു, അതായത് മോണ ഫാൻഡിയുടെ ഭർത്താവ്, അത് കഴിഞ്ഞ് മോണ ഫാൻഡി, അതുപോലെ ഒരു ജോലിക്കാരൻ. അപ്പൊ ഇവർ 3 പേരും ഉണ്ടായിരുന്ന സമയത്ത് മസ്ലാൻ ആ ബംഗ്ലാവിലേക്ക് വരികയാണ്. വന്ന ഉടനെ തന്നെ അവിടെ പൂജാക്കള ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കളത്തിലേക്ക് തന്റെ ഡ്രസ്സുകളെല്ലാം ഊരിയതിനു ശേഷം കിടക്കാൻ പറയുകയാണ്. കിടക്കുന്നു. അപ്പോൾ തന്നെ പൂക്കളും അതെല്ലാം ഇട്ടിട്ട് എന്തോ പൂജകളെല്ലാം മോണ ഫാൻഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ തന്നെ മോണ ഫാൻഡി അടുത്ത് വന്നിട്ട് പറയുകയാണ്, കണ്ണുകൾ അടയ്ക്കാൻ പറയുകയാണ്. മുകളിൽ നിന്ന് പൈസ അല്ലെങ്കിൽ പണം വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് കണ്ണടയ്ക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് മസ്ലാൻ കണ്ണടയ്ക്കുന്നു. മോണ ഫാൻഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് മസ്ലാനെ ആഞ്ഞു വെട്ടുകയാണ്. അതിക്രൂരമായി മസ്ലാനെ ആ പൂജാക്കളത്തിലിട്ട് ആ ജോലിക്കാരൻ ക്രൂരമായി കൊല്ലുകയാണ്. എന്തിനാണ് മരിച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാതെ, എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാതെ ആ മസ്ലാൻ അവിടെ വെച്ച് അതിദാരുണമായി മരിക്കുകയാണ്. ഈ കൊലപാതകം നടന്ന സംഭവം ഇങ്ങനെയായിരുന്നു. ഒന്നാമത് ഈ അഫൻഡി, അതായത് മോണ ഫാൻഡിയുടെ ഭർത്താവും ആ വീട്ടിലെ ജോലിക്കാരനും, അയാളെ കൊന്നെന്ന് പറഞ്ഞ ആ ജോലിക്കാരനും ചേർന്നിട്ട് ഈ മസ്ലാന്റെ ബോഡി 18 പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ്. വെട്ടി മുറിച്ച് കട്ട് ചെയ്ത് ഒരു ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ബംഗ്ലാവിന്റെ ആ പൂജ നടത്തി എന്ന് പറഞ്ഞ ആ ബംഗ്ലാവിന്റെ പുറകിലെ ഒരു കുഴിക്കുള്ളിൽ ഇതിനെ മൂടുകയാണ്. അതിനുശേഷം സുഖമായി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം ഒന്നും സംഭവിക്കാത്ത പോലെ ഉണരുകയാണ്.
ഒരു ക്രൂരമായിട്ടൊരു കൊലപാതകം തലേ ദിവസം നടത്തിയെന്ന് പോലും ഒരു ചിന്തയില്ലാതെ അവർ ഉണരുന്നു. സാധാരണ ഒരു ദിവസം പോലെ ഉണരുകയാണ്. അതിനുശേഷം മസ്ലാൻ കൊടുത്ത കാശിൽ, അത് 50 ലക്ഷം രൂപയിൽ ഒരു ബെൻസ് കാർ അവർ വാങ്ങുകയാണ്. അതായത് അഫൻഡിയും മോണ ഫാൻഡിയും ചേർന്നിട്ട് ബെൻസ് കാർ വാങ്ങിയതിന് ശേഷം സാധാരണ രീതിയിൽ ഷോപ്പിംഗ് മാളുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും എല്ലാം പോയി ഷോപ്പിംഗ് നടത്തി തങ്ങളുടെ ജീവിതം സാധാരണ രീതിയിലേക്ക് മാറുകയാണ് അഫൻഡിയും മോണ ഫാൻഡിയും. അങ്ങനെ മസ്ലാനെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഈ കാരണം കൊണ്ട് പോലീസ് കേസ് ഏറ്റെടുക്കേണ്ടി വരികയാണ്. കേസ് ഏറ്റെടുത്ത പോലീസിന് മതിയായ ഒരു തെളിവുകളും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കിട്ടുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ലാൻ കാണാതാവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏത് അക്കൗണ്ടിലേക്ക് ഒക്കെയാണ് മാറിയത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ടിനെ കുറിച്ചിട്ട് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും വഴിമുട്ടിയ രീതിയിലാണ് അന്വേഷണം നിൽക്കുന്നു. അപ്പോൾ അന്വേഷണം ഒരിടത്തും എത്താത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയം. പക്ഷേ ഇനി നടക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു കളി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൂരമായ കൊലപാതകങ്ങൾ ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും സത്യത്തെ ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു കളിയാണ്. യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ട്വിസ്റ്റ് നടക്കുന്നത് ഇവിടെയാണ്. ആക്ച്വലി ഇപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോണ ഫാൻഡിയുടെ വീട്ടിലുണ്ടായിരുന്ന ആ ജോലിക്കാരനെ ഒരു മയക്കുമരുന്ന് കേസിന് ഈ മലേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ജോലിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവർ ഡ്രഗ് യൂസ് ആയിരുന്നു. താൻ പറയുന്നത് എന്താണെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലായിരുന്നു അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതി. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ അയാൾ പറയുകയാണ്, എന്നെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, ഞാനൊരു രാഷ്ട്രീയക്കാരനെ വരെ കൊന്നിട്ടുള്ള ഒരാളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസ് ഞെട്ടലോട് കൂടെയാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനോട് മിസ്സിംഗ് ആണ്, അതായത് മസ്ലാൻ മിസ്സിംഗ് ആണ്, ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് ഈ ജോലിക്കാരൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ, മയക്കുമരുന്നിന്റെ വെറുതെ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദ്യം ചെയ്യുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന രീതിയിലും ഇയാൾ പറയുകയാണ് അത് ചെയ്തത് മസ്ലാനെയാണ് എന്നവർ കണ്ടെത്തി. അയാളെ നേരെ ആ കൊലപാതകം നടത്തിയ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ബോഡി കുഴിച്ചിട്ട ആ സ്ഥലത്ത് നിന്ന് ആ ബോഡി എടുക്കുന്നു. ബോഡിയുടെ പല പാർട്സുകൾ മിസ്സിംഗ് ആവുകയാണ്. അപ്പോൾ മിസ്സിംഗ് ആയ പാർട്സ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അയാൾ പറയുന്നത്. എന്ന് വെച്ചാൽ മിസ്സിംഗ് ആയ ബോഡി പാർട്സുകൾ അവർ കഴിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത് കേട്ടുമ്പോൾ പോലീസും മലേഷ്യൻ ഗവൺമെന്റും ഞെട്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ നിമിഷം അവിടെ വെച്ചിട്ട് അഫൻഡിയെയും മോണ ഫാൻഡിയെയും ഈ ജോലിക്കാരനെയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ 1995 ഇവർ 3 പേരെയും കോടതിയിൽ ഹാജരാക്കുകയാണ്. അവരുടെ മലേഷ്യൻ നിയമപ്രകാരം 305 വകുപ്പാണ് ഇവരുടെ മേൽ ചുമത്തിയത്. അപ്പോൾ അതിലൊരു മരണശിക്ഷ തന്നെ കിട്ടാവുന്ന ഒരു വകുപ്പാണ്. അങ്ങനെ വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ പല രീതിയിലുള്ള വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ മലേഷ്യയിലുള്ള ജനങ്ങൾ ഇവരെ കുറിച്ചിട്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ മോണ ഫാൻഡിയെ കുറിച്ചിട്ട്, അപ്പോൾ ഒരു ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ മോണ ഫാൻഡി ഓരോ സമയത്തും വരുമ്പോഴും അവരുടെ രീതി എപ്പോഴും ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് മോണ ഫാൻഡി വിചാരണയ്ക്ക് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒരിക്കലും മീഡിയ ഫേസ് ചെയ്യാതെ മോണ ഫാൻഡി ഇരുന്നിട്ടില്ല. ചിരിച്ചുകൊണ്ട് മീഡിയ ഫേസ് ചെയ്യുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു സെലിബ്രിറ്റി ഉത്തരം പറയുന്നത് പോലെ ഉത്തരം പറയുന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് സ്റ്റാറ്റുകൾ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന ഒരു മോണ ഫാൻഡിയാണ് മലേഷ്യയിലെ ജനങ്ങളെല്ലാം കണ്ട് ഞെട്ടി നിന്നത്. അപ്പോൾ തനിക്കൊരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ഒരു പോപ്പ് സിംഗർ ആയി സെലിബ്രിറ്റി ആയില്ലോ, മലേഷ്യയിലുള്ള ആൾക്കാരെല്ലാം തന്നെ അറിയണം, തന്നെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ്
പറഞ്ഞ മോണ ഫാൻഡിയുടെ സ്വപ്നം ഈ ഒരു കൊലപാതകത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോണ ഫാൻഡി നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത്രയ്ക്ക് ഈ കൊലപാതകത്തിന് ഈ പബ്ലിസിറ്റിയിലും സത്യം പറഞ്ഞാൽ ഫാൻഡി സത്യം പറഞ്ഞാൽ ഈ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ ആവണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച മോണ ഫാൻഡി ഇതിന് സത്യം പറഞ്ഞാൽ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഓരോ വിചാരണയ്ക്ക് വരുമ്പോൾ ഓരോ വ്യത്യസ്തമായ ഡ്രസ്സ്, ഓരോ രീതിയിലുള്ള വിചാരണയ്ക്ക് വരുമ്പോൾ ഓരോ രീതിയിലുള്ള അപ്പിയറൻസ് അങ്ങനെയായിരുന്നു. അങ്ങനെ ആയിരുന്ന മോണ ഫാൻഡിയെ കുറിച്ചിട്ട് മലേഷ്യ മുഴുവനും അവൾ ആഗ്രഹിച്ചതുപോലെ സംസാരിച്ചു തുടങ്ങി. ദിവസത്തെ വിചാരണ, 75 സാക്ഷികളുടെ നിലപാട്. അവസാനം കോടതിയിൽ ഈ 3 പേർക്ക് വിധിക്കുകയാണ് തൂക്ക് ശിക്ഷ. അപ്പോൾ ഈ വിധി കേട്ട മോണ ഫാൻഡി കോടതിയിൽ നിന്ന് പിറുപിറുക്കുന്നതായിട്ട് ഒരുപാട് മീഡിയ പ്രവർത്തകർ പറയുകയാണ്. ആ പിറുപിറുത്ത കാര്യം ഇങ്ങനെയായിരുന്നു: ഈ മലേഷ്യൻ ജനങ്ങൾക്ക് എൻ്റെ നന്ദി, ഞാനിന്ന് വളരെ സന്തോഷവതിയാണ് എന്നായിരുന്നു അവസാനം ഈ വിധി കേട്ടതിന് ശേഷം മോണ ഫാൻഡി ചിരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം. നവംബർ 2 വെള്ളിയാഴ്ച മോണ ഫാൻഡിയുടെയും കൂട്ടാളികളുടെയും തൂക്ക് ശിക്ഷ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അപ്പോൾ തൂക്ക് ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പേ തന്നെ പ്രതികളുടെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അഫൻഡിയും ആ ജോലിക്കാരന് വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ മോണ ഫാൻഡി ചിരിച്ചുകൊണ്ട് തനിക്ക് അവസാനമായി KFC ചിക്കൻ കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കഴിക്കുകയാണ്. KFC ചിക്കൻ പോലീസുകാർ വാങ്ങിക്കൊടുക്കുന്നു. അത് കഴിച്ചതിന് ശേഷം അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ പുലർച്ചെ 5:59 ഈ 3 പേരെയും തൂക്കിലേറ്റി. അങ്ങനെ മലേഷ്യ നടുക്കിയ ആ കൊലപാതകത്തിന് അവിടെ അന്തിമ വിരാമം. അങ്ങനെ തൂക്കിലേറ്റുന്നതിന് മുമ്പേ മോണ ഫാൻഡി പറഞ്ഞ 3 വാക്കുകൾ അതിങ്ങനെ അൽക്കുത്ത കൽമട്ടി എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മരിക്കില്ല. അപ്പോൾ ഇതായിരുന്നു ആ പോപ്പ് സിംഗർ ആകണം എന്ന് ആഗ്രഹിച്ച് അവസാനം ബ്ലാക്ക് മാജിക്കിലൂടെ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് ഒരു ദാരുണ അന്ത്യം ഏറ്റുവാങ്ങേണ്ടി വന്ന മസാനയുടെ ജീവിതകഥ. ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചലച്ചിത്രം ഈ മലേഷ്യയിലുള്ള കുറച്ച് പേർ ചേർന്ന് നിർമ്മിച്ച് അതിനെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള തീരുമാനം ആയി ഇരിക്കുകയാണ്. അപ്പോൾ മലേഷ്യൻ ജനങ്ങൾ വരെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു. പല റിസർച്ച് നടത്തിയ കുറേ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം രീതിയിലായിരുന്നു ആ സിനിമ പുറത്തിറങ്ങാൻ വേണ്ടി പല ജനങ്ങളും അത് ആകാംക്ഷയോടെ കാത്തിരുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സിനിമയിൽ പല സത്യങ്ങളും മോണ ഫാൻഡിയെ കുറിച്ച് കണ്ടെത്തി എന്നുള്ള രീതിയിലായിരുന്നു ആ സിനിമ റിലീസ് ആവാൻ വേണ്ടിയിരുന്നത്. പക്ഷേ മോണ ഫാൻഡിയുടെ ബന്ധുക്കൾ കൊടുത്ത പരാതി, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയലൻസ് ഒരിക്കലും ഒരുപാട് ഓവർ വയലൻസ് ആണെന്നുള്ള രീതിയിലുമെല്ലാം ആ ഫിലിം മലേഷ്യ ബാൻ ചെയ്യുകയാണ്. മലേഷ്യൻ ഗവൺമെൻറ് ഒരു ഫിലിം ഇറങ്ങുന്നതിന് പോലും ബാൻ ചെയ്ത് ഇന്നും പേടിയോടെ കഴിയുന്നതാണ് ഈ മോണ ഫാൻഡിയുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവചരിത്രം. ഇന്ന് മോണ ഫാൻഡി താമസിച്ചിരുന്ന ആ ബംഗ്ലാവ്, ആ ഒരു സ്ഥലങ്ങളെല്ലാം ഇന്ന് ഒരു പേടി സ്വപ്നമായി മലേഷ്യയിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ മോണ ഫാൻഡിയുടെ ജീവിതം. പോപ്പ് സിംഗർ ആവണമെന്ന് ആഗ്രഹിച്ച ആ പെൺകുട്ടി അവസാനം ഒരു മുഴം കയറിൽ അവളുടെ ജീവിതം അതിദാരുണമായി അവസാനിപ്പിക്കേണ്ടി വന്നു. എന്തായിരുന്നു അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോയ ജീവിതം.
അതായിരുന്നു യഥാർത്ഥത്തിൽ ആ കാരണങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ഇതിനകത്ത് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. ഒരുപാട് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. പലരും പറയുന്നുണ്ട് ഈ ബ്ലാക്ക് മാജിക്കിലൂടെ ആയിരുന്നു അത് യഥാർത്ഥത്തിൽ മോണ ഫാൻഡിയുടെ വഴി തെറ്റിയത് എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ബ്ലാക്ക് മാജിക് യഥാർത്ഥത്തിലുണ്ടോ, അതായത് കൂടോത്രം യഥാർത്ഥത്തിലുണ്ടോ? ഇങ്ങനെ ഒരാളുടെ ജീവൻ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ബ്ലാക്ക് മാജിക് ആണോ ഈ ലോകത്തുള്ളത്? ചിലപ്പോൾ ചിലർ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ മോണ ഫാൻഡിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ള എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മോണ ഫാൻഡിയുടെ ഈ ജീവചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരെ ദിസ് ഇസ് സന്ദീപ് ബോബി.